കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ ബന്ദിന് സമാനമായ സാഹചര്യമാണ്. KSRTC, സ്വകാര്യ ബസ്, ഓട്ടോ ടാക്സി ജീവനക്കാരടക്കം സമരത്തിലേക്ക് കടന്നത് പൊതുഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല മാരാമൺ തീർത്ഥാടകരെയും ഒഴിവാക്കി. അതേസമയം സംസ്ഥാനത്ത് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്ഘട്ടിൽ നിന്ന് മാർച്ച് നടത്തും. ജന്തർ മന്ദറിൽ 2 മണിക്ക് പ്രതിഷേധ ധർണയും നടത്തും. ദേശീയ പണിമുടക്കിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജിനും ഞങ്ങളുടെ വിവിധ ബ്യൂറോകളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രജിത്തുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് രാകേഷ്, കൊച്ചിയിൽ നിന്ന് കിരൺ, ഇവരിലേക്കൊക്കെ വരാം. ആദ്യം രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, ദേശീയ പണിമുടക്ക് തുടരുകയാണ്. 12 മണിക്ക് ആരംഭിച്ചതാണ്, അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക്. തലസ്ഥാനത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വാഹനങ്ങളുണ്ടോ നിരത്തിൽ? മായ 12 മണി മുതൽ രാത്രി 12 മണി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ട്രെയിനുകൾ വരുന്നുണ്ട്, ആളുകളൊക്കെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ വാഹനങ്ങൾ അത് സ്വകാര്യ വാഹനങ്ങളിലാണ് പലരും പോകുന്നത്, അവരുടെ വീടുകളിലേക്ക് പോകാനായിട്ടുള്ള. ബാക്കിയുള്ള ആളുകൾ ഇവിടെ കൂടുതലും ആളുകൾ ചികിത്സാർത്ഥമൊക്കെ എത്തുന്ന ആളുകളുണ്ട്, RCCയിലേക്ക് അടക്കം എത്തുന്ന ആളുകളുണ്ട്. അവർക്ക് ഏത് രീതിയിൽ പോകുമെന്ന ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ സേവാഭാരതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ, ആംബുലൻസുകൾ അടക്കം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആൾക്കാർക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകൾക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിലവിലിപ്പോൾ ഈ KSRTC ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തുന്നില്ല എന്നത് തന്നെയാണ്. ചെറിയ തോതിൽ ഓട്ടോറിക്ഷകളൊക്കെ ആദ്യ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ അവരും 7 മണിയോടുകൂടി സർവീസുകൾ നിർത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. രാത്രി എത്തിയ ആളുകൾക്കൊക്കെ സഹായകരമായ രീതിയിൽ ഒരു പക്ഷേ ഓട്ടോറിക്ഷയൊക്കെ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. KSRTC ഇതുവരെയും സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. എല്ലാ ബസ്സുകളും ഇന്ന് ഷെഡ്യൂളുകൾ ഉണ്ടെങ്കിലും അവയൊന്നും പുറപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്കടക്കം മാർച്ച് സംഘടിപ്പിക്കും. 10 മണിയോടുകൂടി മ്യൂസിയത്തിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും ശക്തമായ ഒരു സമരവുമായി തന്നെയാണ് ഇടതുപക്ഷം രംഗത്തേക്ക് എത്തിക്കുന്നത്. ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയാണ്. മണിക്കൂറുകൾ വരും തോറും ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരിക്കും. ട്രെയിനിൽ എത്തിയതിന് ശേഷം ആളുകൾ പലരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലേക്ക് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്തുന്ന ആളുകളാണ് കൂടുതലായും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പലരും സ്വകാര്യ വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്താണ് വന്നിട്ടുള്ളത്. കാരണം നേരത്തെ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നതിനാൽ തന്നെ അത്തരത്തിലൊരു സാഹചര്യം ആണ് പലരും ചെയ്തിട്ടുള്ളത്. എങ്കിൽ തന്നെയും അല്ലാതെ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുന്ന സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അല്ലാതെ കടന്നു പോകുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തിനായാലും പണിമുടക്ക് പൂർണ്ണമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ ഓട്ടോറിക്ഷകളൊക്കെ സർവീസ് നടത്തിയിരുന്നുവെങ്കിൽ അവയും ഇപ്പോൾ സമയം ആകും തോറും അവയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പണിമുടക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ഇടത് സംഘടനകൾ ആണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ KSRTCയിലെയും ഓട്ടോ ടാക്സി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. അതോടുകൂടി സംസ്ഥാനത്ത് ഒരു ബന്ദിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് തന്നെയാണെങ്കിലും രാവിലെ നേരത്തെ സൂചിപ്പിച്ചതാണ്, പുലർച്ചെ കാലങ്ങളിലൊക്കെ വാഹനങ്ങൾ ഓട്ടോകളൊക്കെ ഒരു സർവീസ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സമയം കഴിയും തോറും അവയും നിർത്തിവെച്ചുകൊണ്ട് ഈ പണിമുടക്കിൻ്റെ ഭാഗമാവുകയാണ് അവരെല്ലാവരും തന്നെ. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരും മണിക്കൂറുകളിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങും. വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തുതന്നെയായാലും പണിമുടക്ക് അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് വരും മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ ഉണ്ടാകും. നിലവിലിപ്പോൾ പോലീസിൻ്റെയും സേവാഭാരതിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ആശുപത്രികളിലേക്ക് എത്തുന്ന ആളുകളെ എത്തിക്കുന്നതിനായി ആംബുലൻസ് സർവീസും അതുപോലെ തന്നെ പോലീസിൻ്റെ ബസ് സർവീസും നടത്തുന്നുണ്ട്. രജിത്ത് തുടരുക, ഞാൻ രജിത്തിലേക്ക് വരാം. മധ്യകേരളത്തിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. കിരൺ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ ബന്ദിന് സമാനമായൊരു സാഹചര്യമാണല്ലോ. മധ്യകേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? കൊച്ചിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്?
മായ, പുലർച്ചെ മുതൽ ആരംഭിച്ച ബന്ദ് ഈ സമരം ഈ പണിമുടക്ക് അതിൻ്റെ ഇന്ന് രാവിലെയിലേക്ക് എത്തുമ്പോഴത്തേക്കും സമരം പൂർണ്ണമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഗതാഗത തിരക്ക് ഇന്ന് കൊച്ചി നഗരത്തിൽ കാണാൻ സാധിക്കുന്നില്ല. പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ച് തന്നെ മറ്റ് വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങാത്ത ഒരു കാഴ്ചയാണ് ഈ രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കലൂർ ജംഗ്ഷനിലാണ് ഞാനുള്ളത്. ഈ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ തന്നെ ആളുകൾ ജോലിക്ക് മറ്റും പോകാനായിട്ട് രാവിലെ ഇവിടെ എത്തി തമ്പടിച്ച് വാഹനങ്ങൾ കാത്തു നിൽക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടുതലും അന്യഭാഷാ തൊഴിലാളികളാണ്. ഈ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ കാത്ത് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു ഗതാഗത തടസ്സത്തിലേക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. പ്രത്യേകിച്ച് ഈ ബസ്സുകളും KSRTC അടക്കമുള്ള സ്വകാര്യ ബസ്സുകളും മറ്റ് KSRTC ഒക്കെ അടക്കം ഒഴിവായിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നഗരത്തിനെ കണക്ടിവിറ്റി അല്ലെങ്കിൽ നഗരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. മെട്രോയുടെ സർവീസ് അത് സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നത് കൊണ്ട് വലിയ ഒരു ഗതാഗത തടസ്സം ഉണ്ടാകുന്നില്ല. കൂടാതെ തന്നെ ഓൺലൈൻ ടാക്സി ആയിട്ടുള്ള യൂബർ അടക്കമുള്ള സൗകര്യങ്ങൾ അതും നഗരത്തിൽ ലഭ്യമാണ്. ഏതായാലും അത്തരത്തിലൊരു തടസ്സങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വാഹനങ്ങൾ കിട്ടാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് നഗരം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറുകളിൽ തന്നെ അത് ഏത് രീതിയിൽ ഈ പണിമുടക്ക് എത്തരത്തിൽ ആളുകളെ ബാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഇന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. 21 കേന്ദ്രങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. അതിൽ CITU ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എളമരം കരീം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ സമരം തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളിലേക്ക് ജനങ്ങളെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നഗരത്തിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. മായ. ശരി കിരൺ, കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടാം. ഞാൻ രാകേഷിലേക്കൊന്ന് പോവുകയാണ്. രാകേഷ്, വടക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? മായ, വടക്കൻ കേരളത്തിൽ ഇതേപോലെ തന്നെ ദേശീയ പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ചു എന്ന് പറയാം. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. മറ്റ് സർവീസുകളൊന്നും തന്നെ ഇതുവരെയും നടത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 10ഓളം പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമായ ക്യാമ്പയിനാണ് നടത്തിയിട്ടുള്ളത്. ആ ക്യാമ്പയിനിൻ്റെ ഭാഗമായി തന്നെ നിർബന്ധപൂർവം ആരെയും തടയുന്ന സാഹചര്യമല്ല, നേരെ മറിച്ച് ദേശീയ പണിമുടക്ക് ഒരു ബന്ദിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഒപ്പം തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 10ഓളം ട്രേഡ് യൂണിയനുകൾ ഇത്തരമൊരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പണിമുടക്കിൻ്റെ ഭാഗമായി തന്നെ നിരവധി ഏരിയ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ നഗരം കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ നടത്തുന്നത് ആഴ്ചകളായി തുടരുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പയിൻ്റെ തുടർച്ചയായി തന്നെ ഈ ദേശീയ പണിമുടക്കിന് പൊതുജനങ്ങളിലേക്കും അത്രമാത്രം ശ്രദ്ധ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അവശ്യ സർവീസുകളെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എടുത്തു പറയേണ്ടത്, സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം അവധിയെടുക്കുന്ന ആളുകൾക്ക് ശമ്പളം ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടെയുണ്ട്. ഏതായാലും ദേശീയ പണിമുടക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് സാധാരണ ജീവിതത്തെ, പൊതുഗതാഗതത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിലാണ് അറിയാനാവുക. ഇതുവരെയും കോഴിക്കോടോ അല്ലെങ്കിൽ മലബാറിലോ ഒന്നും തന്നെ വലിയ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു നിർബന്ധപൂർവ്വം ആരെയും തടയുന്നൊരു സാഹചര്യമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും പൊതുജനം ഒപ്പം തന്നെ പൊതുഗതാഗതത്തെ ഇതൊക്കെ ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാനാകും. മായ. ശരി രാകേഷ്, തുടരുക. ഞാൻ വരാം രാകേഷിലേക്ക്. ലിജിനിലേക്കൊന്ന് പോവുകയാണ്. ലിജിൻ, 24 മണിക്കൂർ പണിമുടക്ക്, രാജ്യം പണിമുടക്കിൽ നേരിടുകയാണ്. ഇപ്പോൾ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക്, ഈ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണ്? മുൻപും ഇവർ ആവർത്തിച്ച കാര്യങ്ങൾ, പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണോ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്?
മായ, എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 10ഓളം വരുന്ന ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം തന്നെ കർഷക മോർച്ച, കർഷക തൊഴിലാളി യൂണിയൻ അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രാജ്യമെമ്പാടും ഇപ്പോൾ ദേശീയ പണിമുടക്ക് നടത്തുന്നത്. ഇപ്പോൾ എന്തായാലും പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ട ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ലേബർ കോഡിൽ കർഷക വിരുദ്ധ നയങ്ങളാണ് ഉള്ളത് എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വലിയ വിവാദമായ അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനിടയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരികെ കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടി ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പൂർണ്ണമായിട്ടും പിൻവലിക്കണം എന്നുള്ള ആവശ്യം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യവൽക്കരിക്കുന്ന ശാന്തി ബിൽ 2025 പിൻവലിക്കുക, പൊതുമേഖല ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. മറ്റൊന്ന്, ഈ ഇന്ത്യ US വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിൽ ഈ കർഷകർക്കുണ്ടാകുന്ന ആശങ്ക അതൊക്കെ തന്നെ പിൻവലിക്കണം പൂർണ്ണമായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ലോക്സഭയിലടക്കം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം കൃത്യമായി ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ പണിമുടക്ക് ഇന്ന് എന്തായാലും നടക്കുക. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ 10:30 ഈ രാജ്ഘട്ടിൽ നിന്ന് വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇതിൽ കർഷക സംഘടനകളുണ്ട്, കർഷക നേതാക്കളൊക്കെ തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ ഏകദേശം ആയിരക്കണക്കിന് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ കർഷകർ പങ്കെടുക്കുന്ന വലിയ ഒരു യോഗം, പൊതുയോഗവും നടക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഏകദേശം രാജ്യത്ത് തന്നെ 30 കോടിയോളം തൊഴിലാളികൾ ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൽ ദേശീയ പണിമുടക്കത്തിൻ്റെ ഭാഗമാക്കാകും എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിന് മുൻപും ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും ഇതിനെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപം ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് പല വിഷയങ്ങളിലുമുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ്, ബീഹാർ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ആശങ്ക കർഷകർക്കുണ്ട്. ഇതൊക്കെ തന്നെ ദൂരീകരിക്കേണ്ടത് അത് അനിവാര്യമാണ് എന്നുള്ള ആവശ്യങ്ങൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒടുവിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ US വാണിജ്യ കരാർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിൽക്കണം. അതിൽ ഈ തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങളുണ്ട് എങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നേരത്തെ കേരളത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മോട് വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധ മാർച്ച്, അതോടൊപ്പം തന്നെ പ്രതിഷേധ യോഗങ്ങളുമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കേന്ദ്രത്തിൻ്റെ ഈ ഒരു തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും. അല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല, അതിനിയും തുടരുമെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഇന്നത്തെ ഈ ദേശീയ പണിമുടക്കിൽ നൽകുന്നുണ്ട്. എന്തായാലും വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കർണാടകയിൽ ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അവിടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ തന്നെ ഇത് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുമായ.